വിശേലത്തിലെയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ പീഡാനുഭവവും ഉത്ഥാനത്തെയും കുറിച്ച് 3-ാം പ്രവചനമാണ് നമ്മളവിടെ വായിച്ചു കേൾക്കുന്നത്. ഈശോയുടെ മരണവും ഉത്ഥാനവും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറയുന്നത്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറ്റൊന്നിൻ്റെ ഒരു തുടക്കമാണ്. അല്ലെങ്കിൽ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമുള്ളൊരു ദിവസം നമ്മളിലേക്ക് ദൈവം ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വേദനകളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഇനി കുർബാനയ്ക്ക് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ദൈവം തൻ്റെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലും ഉത്ഥാനത്തെ നമ്മൾ കാണിച്ചു തരുന്നത് എല്ലാത്തിൻ്റെയും അവസാനം നമുക്കായിട്ട് ദൈവം കാത്തുവെച്ചിരിക്കുന്ന ഒരു 3-ാം ദിവസമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമുക്ക് എല്ലാ വേദനയിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും ആ ഒരു ഉത്ഥാനത്തിലേക്ക് നടക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈശോയ്ക്ക് ഉത്ഥാനത്തിന്റെ അനുഭവം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈശോ ആ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ദുഃഖവെള്ളികളെ പോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും, ഒരുപാട് വേദന ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ കൈവിട്ടു, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് ചോദിച്ചു പോയേക്കാം. പക്ഷേ ദൈവം നമുക്കായിട്ട് കാത്തുവെച്ച ഉത്ഥാനത്തിന്റെ ആ 3-ാം ദിവസത്തിലേക്ക് വളരെ പ്രത്യാശയോടെ നടന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് എത്ര വലിയ വേദന ഉണ്ടായാലും എത്ര വലിയ വിഷമമുണ്ടായാലും ദൈവത്തിനടുക്കലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ അതിൻ്റെ 2-ാമത്തെ ഭാഗം, നമ്മളിത് വായിച്ച വചനഭാഗത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഒരു അമ്മ തൻ്റെ 2 മക്കളെയും കൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരികയാണ്. അവർ നല്ലൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ആ അമ്മ തൻ്റെ 2 മക്കളെയും കൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരിക. ഈശോയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഈശോയുടെ അടുക്കൽ തൻ്റെ 2 മക്കൾ ഉണ്ടാകണമെന്നുള്ള ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കൾക്ക് പള്ളിയിൽ വലിയ സ്ഥാനമൊന്നുമില്ലെങ്കിലും, അല്ലെങ്കിൽ ദൈവികമായ വലിയ വലിയ സ്ഥാനങ്ങളും വലിയ വലിയ അനുഗ്രഹമൊന്നുമില്ലെങ്കിലും, മക്കൾക്ക് മറ്റു പല കാര്യങ്ങളിലും വലിയ സ്ഥാനങ്ങളും വലിയ സീറ്റുകൾ, എഞ്ചിനീയറിംഗ് സീറ്റ് ലഭിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള സീറ്റുകളൊക്കെ ലഭിക്കണം എന്നാണ് ഇന്നത്തെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ആ അമ്മ ആഗ്രഹിച്ചത് എന്താണ്? ഈശ്വര അടുക്കൽ തൻ്റെ മക്കൾക്കൊരു സ്ഥാനമുണ്ടാകണം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ഈശ്വര അടുക്കൽ ഒരു സ്ഥാനമില്ലെങ്കിലും മറ്റു പലയിടങ്ങളിൽ തൻ്റെ മക്കൾക്ക് സ്ഥാനം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. പക്ഷേ ഈ അമ്മ കാണിച്ചു തന്ന ഒരു വലിയൊരു മാതൃകയുണ്ട്. മക്കൾക്ക് നമ്മൾ വേറെ എവിടെയെല്ലാം വലിയ സീറ്റുകൾ വാങ്ങിച്ചു കൊടുത്താലും ദൈവത്തിനടുക്കൽ അവരെ അടുപ്പിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനടുക്കൽ അവർക്കൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, വേറെ നമ്മൾ എന്ത് കൊടുത്താലും അത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെയും നമ്മളെല്ലാവരും ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ മക്കളെയും ചേർത്ത് നിർത്താം, നമുക്കും ചേർത്ത് നിർത്താം. കാരണം ദൈവം എത്ര വലിയ വേദനയുടെ കടത്തിവിട്ടാലും, എത്ര വലിയ വിഷമങ്ങളുടെ ദൈവം നമ്മൾ കടത്തിവിട്ടാലും, ദൈവം നമുക്കായിട്ട് ഒരു ഉയർപ്പിന്റെ 3-ാം ദിവസം നമുക്കായിട്ട് കാത്തുവെച്ചിട്ടുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും ഓരോ ഈസ്റ്റർ കടന്നു വരും എന്നുള്ള വലിയ ചിന്തയോടുകൂടി നമുക്കെല്ലാവർക്കും ദൈവത്തിനടുക്കലായിരിക്കാം. ദൈവത്തിനടുക്കൽ നമുക്കെല്ലാവർക്കും നല്ലൊരു സ്ഥാനമുണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും.